യൂട്യൂബ് ചാനൽ ഹരിതഗൃഹം. ഇത് നമ്മളുടെ കൃഷിഭവനിൽ നിന്ന് കിട്ടിയ തൈകൾ നട്ടതാണ്. അതായത് അച്ചിങ്ങയ്ക്ക് തൈ കിടപ്പുണ്ട്. അച്ചിങ്ങ, പീച്ചിങ്ങ, പിന്നെ പടവലങ്ങ, മുളക് തൈ, വെണ്ടത്തൈ ഇതൊക്കെ നമ്മൾ നട്ടിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ആസ്പത്രിയിലായിരുന്നപ്പോൾ കുറച്ച് അച്ചിങ്ങയൊക്കെ ഉണ്ടായിരുന്നു, പൊട്ടിച്ചായിരുന്നു. അപ്പോൾ ഞാൻ മുകളിലൊക്കെ ഉണ്ടായി കിടക്കുന്നു. പൊട്ടിക്കാൻ പറ്റുന്നില്ല. അച്ചിങ്ങ കിടപ്പുണ്ട്, അതൊന്നും നമുക്ക് പൊട്ടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് താഴ്ത്തുനിന്ന് ഈ വേലിമേന്ന് ഒരു വല അങ്ങോട്ട് മുകളിലോട്ട് ടെറസിൻ്റെ മുകളിലേക്ക് കൊടുക്കും. അത് അവിടെ നിന്ന് ഇങ്ങനെ പറിച്ച് വിട്ടേക്കണേ. ഇവിടെ നമുക്ക് വെള്ളം കിട്ടാൻ അത് നമ്മൾ ഇങ്ങനത്തെ മഞ്ഞ ബാഗിലൊക്കെയാണ്. ഇത് നമുക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ ഇഞ്ചിയുടെ വിത്താണ്. അത് നമ്മൾ നട്ടായിരുന്നു. ഇഞ്ചി മഞ്ഞൾ വേറെ സ്ഥലത്താണ് നട്ടേക്കുന്നത്. നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ഇത് നോക്കി നമ്മുടെ ശത്രു ഒരു 3-4 കൊല്ലമായിട്ട് ഇപ്പം നമുക്ക് ഇങ്ങനെയുണ്ട്. ക്യാബേജൊക്കെ നടാൻ നേരത്തെ ക്യാബേജ്, കോളിഫ്ലവറൊക്കെ നമ്മൾ നടാൻ നേരത്തെ വന്ന് മൊത്തം തിന്ന് നശിപ്പിച്ചു കളയും. അപ്പോൾ ഇതിനെ ഞാൻ ചെയ്യുന്നത് കൈയോട് എന്തെങ്കിലും കൈകൊണ്ട് പിടിക്കില്ല, കൈയോടെ എന്തെങ്കിലും ഒരു ഇതിലാക്കിയിട്ട് എടുത്തിട്ട് കൊണ്ടുപോയിട്ട് തല്ലിക്കൊന്നോളാം. അല്ലെങ്കിൽ നമുക്ക് ഇതിന് ഉപ്പിട്ട് കൊല്ലുകയും ചെയ്യാം. ഇത് നമ്മുടെ ഇല്ലേ, ഇത് മുട്ടയിട്ട് ഭൂമിക്കടിയിൽ ഇപ്പോൾ ഈ കൊല്ലം മുട്ടയിട്ട് ഇരുന്നാലും അടുത്ത കൊല്ലം മഴ വരുമ്പോൾ വിരിഞ്ഞു വരുമെന്നാണ് പറയുന്നത്. അതിന് ഒരു കൊല്ലം വരെയൊക്കെ നനവില്ലെങ്കിൽ ഇതിന് തണുപ്പ് വേണം, എന്നാലേ ഇത് ഉണ്ടാവുള്ളൂ. ഇത് മുട്ട വിരിഞ്ഞതായി വരുള്ളൂ. അതുകൊണ്ടാണ് ഇതിൻ്റെ നമുക്ക് വെയിലൊക്കെ വരുമ്പോൾ ഇതൊക്കെ നശിഞ്ഞാലും പിന്നെ ഇത് എവിടെ നിന്ന് ഉണ്ടാകണമെന്നുള്ള ഒരിത് നമുക്ക് സംശയം തോന്നുന്നത്. പക്ഷേ ഇതിൻ്റെ മുട്ട നമ്മുടെ മണ്ണിൻ്റെ അടിയിൽ ഇത് ഇട്ട് വെച്ചിട്ടുണ്ടാകും. അത് മഴക്കാലം ആകുമ്പോഴത്തേക്കും വിരിഞ്ഞ് അതുങ്ങൾ പുറത്തേക്ക് വരും. കണ്ട, ഇഞ്ചി നട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇഞ്ചിയിൽ ഇതുണ്ട ഇല തിന്നണ കണ്ട, ഇതൊരു പുഴുവാണ്. ഇതിങ്ങനെ ഇല ചുരുണ്ടിരിക്കണ കണ്ട, ഇതിങ്ങനെ ഇതിൻ്റെ ഉള്ളിലുണ്ടാവും ചിലപ്പോൾ പുഴു. കണ്ട, അതേ ചെറിയൊരു പുഴു. അതിനെ പിടിച്ചപ്പോൾ തന്നെ നമ്മളെല്ലാ ദിവസവും ഇത് ശ്രദ്ധയോടുകൂടി നോക്കണം. കൈ അപ്പം തന്നെ കഴുകി കളയണേ കേട്ടാ. ചിലവർക്ക് അതൊന്നും പിടിക്കുകയൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല, നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പം തന്നെ വേഗം കൈയൊന്ന് കഴുകിയാൽ മതി. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. കുറച്ച് അച്ചിങ്ങ നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ പീച്ചിങ്ങ നമ്മൾ ഹോസ്പിറ്റലായിരുന്നപ്പോൾ പൊട്ടിച്ചായിരുന്നു. ചേന മറിഞ്ഞെടുക്കണേ. ഇതൊക്കെ ഞങ്ങൾക്ക് വെള്ളക്കെട്ടാണ്. എന്നാലും വെള്ളക്കെട്ടാണെങ്കിലും ഞങ്ങൾ കൃഷി ചെയ്യും. എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൃഷിയിലേക്ക് ഇറങ്ങിയവർക്ക് നമ്മൾ ജൈവ പച്ചക്കറി നമ്മൾ പാകപ്പെടുത്തി കഴിച്ചു കഴിഞ്ഞാൽ നമുക്കത് കഴിക്കണം. ചെയ്തെങ്ങനെയെങ്കിലും നമ്മൾക്കത് ഉണ്ടാക്കണം എന്നുള്ള ഒരു ഇതായിരിക്കുള്ളൂ. കഴിച്ചവർക്ക് അതേ അറിയാൻ പറ്റും എങ്ങനെയാണെന്നുള്ളത്, എന്തൊക്കെയാണ് ചെയ്യാനായിട്ട് പിന്നെയും തോന്നും. ചിലവർ പറയും നിങ്ങൾക്ക് വല്ല ഭ്രാന്തുണ്ടാകും. നമുക്ക് ഭ്രാന്ത് വളമില്ലാത്ത പച്ചക്കറികൾ തിന്നുമ്പോൾ നമുക്ക് ഭ്രാന്തുണ്ടാകും. അങ്ങനെയാണ്. അപ്പം ഇത്രയും വെള്ളം പിന്നെ മുകളിലോട്ട് കയറ്റി വിട്ടേക്കുന്നുണ്ട് നമ്മൾ. ഇങ്ങനെ അത് ഒന്ന് ഞങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ഞങ്ങൾ ആസ്പത്രിയിലായിരുന്നു. ഈ വലയൊന്ന് ശരിക്കും ഒന്ന് മുകളിലോട്ട് ഇതാക്കി കൊടുക്കേണ്ടതായിരുന്നു. അതാണ് താഴത്തേക്ക് ഇടിക്കാൻ പറയുന്നത്. പുറം ഭാഗമാണിത്. വെയിലിൻ്റെ അപ്പുറത്തു നിന്നാണ് പച്ചിങ്ങയും ബീച്ചിങ്ങയും ഒക്കെ കയറ്റിയിട്ടുണ്ട്. ടർപ്പിൻ്റെ മുകളിലേക്ക് വലയിട്ട് കൊടുത്തിട്ട് അവിടെ നിന്ന് ഇതാക്കിയിട്ടുണ്ട്. പച്ചിങ്ങയൊക്കെ മുകളിൽ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമുക്കത് എടുക്കാൻ പറ്റുന്നില്ല. കൈവച്ച് ഇവിടെയൊക്കെ പീച്ചിങ്ങയുടെ പിഞ്ചുണ്ടായിരിക്കണുണ്ട്. ഇത് പീച്ചിങ്ങയാണിത്. ഉണ്ടോ, ഇത് പീച്ചിങ്ങയാണ്. അങ്ങനെ ഓരോ മുട്ടിനും നമുക്ക് പീച്ചിങ്ങ ഉണ്ടായി വരുന്നുണ്ട്. പീച്ചിങ്ങ ഓരോ ഇലയുടെ മുട്ടിനും പീച്ചിങ്ങ ഇങ്ങനെ ഉണ്ടായി നിൽക്കണേ. അതെല്ലാം കിട്ടണമെന്നില്ല. അതിൽ ചിലതൊക്കെ നമുക്ക് കിട്ടുള്ളൂ. മഴക്കാലത്ത് വളങ്ങളൊക്കെ മിക്കതും ഇതായി പോകുമല്ലോ.
അല്ലാതെ ഇവിടെയൊക്കെ പീച്ചിങ്ങ ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട്. മുകളിലേക്ക് കയറ്റി വിട്ടേക്ക്. മുകളിൽ നേരത്തെ എനിക്ക് ഒത്തിരി കൃഷികളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ആ വാടക കിട്ടിയത് മുകളിലെ കൃഷി താഴത്തെ കൃഷിയൊക്കെ കൂടെ ആയിട്ടാണ്. ഇപ്പോൾ കാലിന് ഇത്തിരി കംപ്ലൈൻ്റ് ഒക്കെ, കാലിന് ലിഗമെൻറ്റിന് കംപ്ലൈൻ്റ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ മുകളിൽ ഡോക്ടർ തറസിൽ കയറരുതെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ കയറാണ്ട് നിൽക്കണേ. അത് കാരണം മോളിപ്പോൾ ഒഴിഞ്ഞ് കിടക്കുന്നു. അങ്ങനെ പിന്നെ ഇപ്പോൾ മോൻ്റെ കുട്ടിയുണ്ട് കുഞ്ഞു, അപ്പോൾ അവളെ നോക്കണം. അപ്പോൾ നമുക്ക് കൃഷി എന്ന് പറയുമ്പോൾ നമ്മൾ 3 നേരം, ഞാനങ്ങനെയാണ് 3 നേരം നമ്മൾ തോട്ടത്തിൽ ഇറങ്ങി നോക്കിയാൽ അതിൻ്റെ കീടങ്ങൾ, രോഗങ്ങൾ അതൊക്കെ നമുക്ക് കണ്ടതിനെ ശരിക്കും പറഞ്ഞാൽ കൊച്ചുകുട്ടികളെ നോക്കണ പോലെ തന്നെ കൃഷി നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ നിന്ന് ഒത്തിരി നമുക്ക് ഉണ്ടാക്കാം. ഒത്തിരി നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികളും, ഞാൻ അത് എൻ്റെ വീട്ടിലെ പച്ചക്കറികൾ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ കൃഷിഭവൻ്റെ എക്കോ ഷോപ്പിലേക്ക് കൊടുത്തിട്ടുണ്ട് സെയിലായിട്ട്. അപ്പോൾ പിന്നെ നമുക്ക് ആട്, കോഴി, താറാവ് ഇതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് ഒരു സമയമുള്ള സമയങ്ങളിലായിരുന്നു ആട്, കോഴി, താറാവ്. അന്ന് എനിക്ക് പച്ചക്കറികൾ, ഓർക്കിഡുകൾ, മീന്, പീച്ചിങ്ങ എന്നിട്ടാണ് പീച്ചിങ്ങ. വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ പോയാണ്. അപ്പോൾ എല്ലാവരും കാണുക, പ്രോത്സാഹിപ്പിക്കുക, ഒരു ലൈക്ക് തന്നേക്കണേ, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്തേക്കണേ.